അപ്പോൾ ക്ലിയർ ആയല്ലോ നമ്മുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. യെസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ റേഷ്യോ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ താഴെ റേഷ്യോ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ചിലപ്പം ബേസിക്കായ പ്രോബ്ലംസ് ചോദിക്കാം. നമ്മൾ ആദ്യം കുറച്ച് ഡിസ്കസ് ചെയ്തില്ലേ, ആ ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ടാവാം. ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ പെർസെൻറ്റേജിൽ നമുക്ക് റേഷ്യോയുടെ ആപ്ലിക്കേഷൻസ് വരുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതേപോലെ ചിലപ്പം മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസിൽ ആപ്ലിക്കേഷൻസ് വരും, പിന്നെ ഏജസിലൊക്കെ വരും. അത് കൂടാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ താഴെ അതിൽ നിന്ന് നമുക്ക് മിനിമം ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. കുറേ സ്റ്റുഡൻസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ പ്രോബ്ലംസ് ഭയങ്കര ടഫായിട്ടാണ് ഫീൽ ചെയ്യാറ്. അത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് കളയും. കാരണം ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ്, സിമ്പിളായി എങ്ങനെ ചെയ്യണം എന്നുള്ള ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. സോ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചാനലിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ഒരു ടൈപ്പ് വിട്ടിട്ട് നിങ്ങളോട് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ അവർ യൂസ് ചെയ്യുന്ന വേർഡ്സോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ അവർ പറയുന്ന ആ ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ച രീതിയിലൊക്കെ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു 10-12 ആ ഒരു ടൈപ്പ് വിട്ടിട്ട് വേറൊരു ടൈപ്പിൽ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ നിന്ന് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. സോ ഈ ഒരു നമ്മളിവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൻ്റെ താഴെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ടൈപ്സും നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ 2-3 പ്രാവശ്യം ഒന്ന് റിവൈൻഡ് ചെയ്തൊന്ന് കണ്ടു നോക്കുക. സ്റ്റിൽ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, യെസ് പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് ഇൻ ദ കോമെൻറ്റ് സെക്ഷൻ. കാരണം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് നമ്മുടെ എന്താ പറയുക റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. DI എന്ന് പറയുന്ന ആ ചാപ്റ്ററിലും റേഷ്യോയിലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് DI എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലും നമുക്ക് കാണാൻ പറ്റും. സോ അപ്പം മനസ്സിലാക്കുക, റേഷ്യോയിലും നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു DIയിൽ നമുക്ക് പെർസെൻറ്റേജിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും, റേഷ്യോയുടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. റേഷ്യോയുടെ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും എന്നുള്ളത് മാത്രമല്ല, ചിലപ്പം DI ക്വസ്റ്റ്യൻസ് പ്യോർലി ബേസ്ഡ് ഓൺ എന്തായിരിക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അത്തരം പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റണമെങ്കിൽ, ഈസി ആയിട്ട് കുറഞ്ഞ സമയത്തിൽ ചെയ്യാൻ പറ്റണമെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലെ ഈ ടൈപ്സ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഇൻകം ഓഫ് മധു ഈസ് 16.67 is 16.67% more than income of Pooja, and expenditure of Pooja is 16.67% less than that of Madhu. If the savings of Pooja and Madhu are 14,000 and 16,000 respectively, then the total income of Madhu and Pooja. Okay, yes. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത്? 2 പേരെ കുറിച്ച് തന്നിട്ടുണ്ട്. ഒരാൾ ആരാണ്? ഒരാൾ മധു ആണ്, രണ്ടാമത്തെ ആൾ പൂജയാണ്. അപ്പം മധുവുടെയും പൂജയുടെയും ഇൻകം അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവർ ആ ഒരു വാല്യൂസും അതേപോലെ മധുവുടെയും പൂജയുടെയും എക്സ്പെൻഡിച്ചറിൻ്റെ വാല്യൂസും അവരുടെ 2 പേരുടെയും സേവിങ്സ് ഒക്കെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലേ. നമുക്ക് നോക്കാം, തന്നിട്ടുള്ള ഡേറ്റ നമുക്ക് നോക്കാം. ഇപ്പം ഞാനിവിടെ മധു പൂജ എന്ന് എഴുതുവാണ്. ഇവിടെ എന്താണ്? ഇവിടെ ഇൻകം ആണ്, ഇവിടെ എക്സ്പെൻഡിച്ചറാണ്, സേവിങ്സ് ആണ്. ക്വസ്റ്റ്യനിൽ നമ്മളോട് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞത്
ടോട്ടൽ ഇൻകം ഓഫ് മധു ആൻഡ് പൂജയാണ്. മധുവുടെയും പൂജയുടെയും ടോട്ടൽ ഇൻകം ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമുക്കറിയാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ നമ്മൾ എപ്പോഴും ആരുടെ വാല്യൂ ആണോ നമുക്ക് കണ്ടുപിടിക്കാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ ചെയ്തു വരുന്ന സമയത്തല്ലേ നമുക്ക് ആരുടെ വാല്യൂ ആണോ കണ്ടുപിടിക്കേണ്ടത് അയാളെയാണ് നമ്മൾ ഏറ്റവും മുകളിൽ എഴുതണത് അല്ലേ. സോ എനിക്കിവിടെ ഇൻകം ആണ് ആവശ്യം. എൻ്റെ ക്വസ്റ്റ്യനിൽ അവർ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഹിയർ ഐ ആം ആസ്ക്ഡ് ടു ഫൈൻഡ് ദി ടോട്ടൽ ഇൻകം ഓഫ് മധു ആൻഡ് പൂജ. അപ്പം ഞാൻ വെറുതെ എക്സ്പെൻഡിച്ചർ കണ്ടുപിടിച്ച് എൻ്റെ ടൈം ഞാനും മെനക്കെടേണ്ട ആവശ്യമില്ല, എൻ്റെ സമയം കളയേണ്ട ആവശ്യമില്ല. എനിക്ക് ഡയറക്റ്റായിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഇൻകം കണ്ടുപിടിക്കാം. ഇനി ഈ ക്വസ്റ്റ്യനിൽ എനിക്ക് അവർ തന്നിട്ടുള്ളത് പെർസെൻറ്റേജ് വാല്യൂ ആണ് അല്ലേ. യെസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? നമുക്ക് അവർ പെർസെൻറ്റേജ് വാല്യൂസ് ആണ് നമുക്ക് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ നമുക്ക് പെർസെൻറ്റേജ് വാല്യൂസ് അവർ തന്നു കഴിഞ്ഞാൽ, റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ അവർ നമുക്ക് പെർസെൻറ്റേജ് വാല്യൂസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അതിനെ ഫ്രാക്ഷൻ വാല്യൂയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. 16.67% റേഷ്യോ എന്നുള്ള ചാപ്റ്റർ എന്നല്ല, ഏത് ചാപ്റ്റർ ആയാലും നിങ്ങൾക്ക് ഇത്തരം കോംപ്ലിക്കേറ്റഡ് ആയ പെർസെൻറ്റേജ് വാല്യൂസ് നിങ്ങൾക്ക് തരുവാണെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ അതിൽ ഏത് വാല്യൂയിലേക്ക് മാറ്റുക? അതിൻ്റെ ഫ്രാക്ഷൻ വാല്യൂയിലേക്ക് മാറ്റുക. യെസ്. ഇവിടെ നമുക്ക് 3 കേസസ് ആണ്. അതായത് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് അവർ പെർസെൻറ്റേജിൻ്റെ വാല്യൂസ് തരുമ്പം നമുക്ക് 3 കേസസ് ആണുള്ളത്. അതിന് മുമ്പ് ഈ പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻ്റെ കാര്യം പറയുമ്പം സിംപ്ലിഫിക്കേഷൻ എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ, സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലുള്ള എന്താ പറയുക, നമ്മൾ ഒരുപാട് ടോപ്പിക്സ് നമ്മളതിൽ ഡിസ്കസ് ചെയ്തതിൽ നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ. അതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ പെർസെൻറ്റേജ് വാല്യൂസിനെയും നമ്മൾ എങ്ങനെയാണ് ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത്. നമ്മളൊരു 1 to 20 വരെയുള്ള പെർസെൻറ്റേജ് വാല്യൂസ് നമ്മൾ ബൈ ഹാർട്ടായിട്ട് അതിൻ്റെ ഫ്രാക്ഷൻ വാല്യൂസ് നമ്മൾ പഠിക്കുകയും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ 1 to 20 വരെയുള്ള ആ ഒരു ഫ്രാക്ഷൻ വാല്യൂസിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഡ് ചെയ്യുന്ന സബ്ട്രാക്ട് ചെയ്യുന്ന ആ രീതിയിലുള്ള വാല്യൂസൊക്കെയാണ് തന്നിട്ടുള്ളതെങ്കിൽ അതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്തതാണ്? പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. അവിടെയും നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു. പിന്നെ റേഷ്യോ പോലെ തന്നെ അല്ലേ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് പെർസെൻറ്റേജ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ ചാപ്റ്ററിലും നമ്മൾ ഈ ഒരു പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ്റെ ഒരുപാട് ആപ്ലിക്കേഷൻസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ പിന്നെയും നമ്മൾ എല്ലാ സ്ഥലത്തും പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ആക്ച്വലി ജസ്റ്റ് എ വേസ്റ്റ് ഓഫ് ടൈം അല്ലേ, അതൊരു സമയം വെറുതെ പോവും. ഇറ്റ്സ് ഓഫ് നോ യൂസ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ പോയി ചെക്ക് ചെയ്താൽ, എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത്തരം വീഡിയോസ് നിങ്ങൾ പോയി കണ്ടാൽ മതി. എന്താ പറയുക, നിങ്ങൾക്ക് ഒരുപാട് നോളജ് കിട്ടും. ഓക്കെ. യെസ്. അപ്പം ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു, റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ, അല്ലെങ്കിൽ റേഷ്യോ എന്നുള്ളതല്ല, പൊതുവേ തന്നെ ഇങ്ങനെ ഒരു പെർസെൻറ്റേജിൻ്റെ വാല്യൂസൊക്കെ നിങ്ങൾക്ക് തന്ന സമയത്ത് 3 രീതിയിലാണ് അവർ ക്വസ്റ്റ്യൻസ് തരിക. നമ്മുടെ ഈ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുക, ഈ ഒരു ടോപ്പിക്കിൻ്റെ താഴത്തുള്ള പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, നമ്മുടെ ആ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 66 2/3% അല്ലേ, എന്തോ ഒരു സംഭവം. എയുടെ ഇൻകം എന്ന് പറയണത് ബിയുടെ ഇൻകത്തിൻ്റെ 66 2/3% ആണ് എന്ന് നമ്മൾ ആ ഒരു രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അവിടെ തന്നെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയായിരുന്നു 3 പോസിബിലിറ്റീസ് ഉണ്ടെന്നല്ലേ. ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ മറ്റേതിൻ്റെ ഇത്ര ശതമാനമാണ് എന്ന് തരും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ മറ്റേതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് കൂടുതലാണെന്ന് തരും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ മറ്റേതിനേക്കാളും ഇത്ര പെർസെൻറ്റേജ് കുറവാണെന്ന് നമുക്ക് തരും. സോ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പം ഇത്ര ശതമാനമാണെന്നുള്ളതായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് എന്താണ്? കൂടുതലും കുറവുമാവുന്ന ആപ്ലിക്കേഷനാണ്. നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് മധുയുടെ ഇൻകം എന്ന് പറയുന്നത് പൂജയുടെ ഇൻകത്തിൻ്റെ 16.67% കൂടുതലാണ്. സോ നമുക്ക് പറയാം P + 1/6 ഇൻറ്റു പി എന്ന് പറയാം. രണ്ടിലും പി കോമൺ ആണ്. 1 + 1/6 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7/6 പി എന്ന് കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഒരു ലെങ്തി ആയ ഒരു പ്രോസസ്സ് നമ്മൾ എക്സാമിനേഷൻസിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ബോർഡ് എക്സാമിലൊക്കെ അല്ലെങ്കിൽ സ്കൂൾ ക്ലാസ്സസിലൊക്കെ നമ്മൾ അങ്ങനത്തെ എക്സാമിനേഷൻസ്, തിയററ്റിക്കലായ അത്തരം എക്സാമിനേഷൻസ് ഒക്കെ നമ്മൾ എഴുതണ സമയത്തിൽ നമുക്ക് ഇങ്ങനത്തെ സ്റ്റെപ്സ് ഒക്കെ ആവശ്യമുണ്ട്. കാരണം നമുക്ക് സ്റ്റെപ്പ് മാർക്ക് ഉണ്ട്. പക്ഷെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് അല്ലെങ്കിൽ ബാങ്ക് എക്സാമിനേഷൻസിൽ നമുക്ക് സ്റ്റെപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. എത്ര എളുപ്പമെന്ന് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നു അത്രയും നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ,
ഞാൻ പറഞ്ഞു നമുക്ക് 3 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്ന് ഇത്ര ശതമാനമാണ് എന്ന് തരും. അങ്ങനെ ഇത്ര ശതമാനമാണ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം മധുയുടെ ഇൻകം പൂജയുടെ ഇൻകത്തിൻ്റെ 16.67% ആണ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ മധുയുടെ ഇൻകം എന്ന് പറയുന്നത് 1/6 P ആണ്. മധുയുടെ ഇൻകം എന്ന് പറയുന്നത് 1/6 P ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ മധുവിൻ്റെ ഇൻകവും പൂജയുടെ ഇൻകവും തമ്മിലുള്ള റേഷ്യോ എന്താണ്? പൂജയുടെ ഇൻകം 6 ആണെങ്കിൽ മധുയുടെ ഇൻകം എന്തായിരിക്കും? അതിൻ്റെ 6/1 1ആണ്. 6/1 അത് 6 ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? 1ആണ്. ഇനി മധുയുടെ ഇൻകം എന്ന് പറയുന്നത് പൂജയുടെ ഇൻകത്തിനേക്കാളും 1/6 അല്ലെങ്കിൽ 16.67% കൂടുതലാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്ററിൽ നമ്മൾ 6 എന്ന് എഴുതും. അതായത് പൂജയുടെ ഇൻകം ആര് വിത്ത് റെസ്പെക്ട് ടു ആരാണോ അയാളെയാണ് നമ്മൾ താഴത്ത് എഴുതുന്നത്. അപ്പോൾ പൂജയുടെ ഇൻകം 6 ആണെങ്കിൽ മധുയുടെ ഇൻകം അതിനേക്കാളും 1/6 കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും കൂടെ ആഡ് ചെയ്ത് ന്യൂമറേറ്ററിൽ എഴുതുക. സോ എന്ത് കിട്ടും? 7/6 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ മധുയുടെ പൂജയുടെ ഇൻകത്തിൻ്റെ റേഷ്യോ എന്താണ്? പൂജയുടെ ഇൻകം 6 ആണെങ്കിൽ മധുയുടെ ഇൻകം അതിൻ്റെ 6/1 കൂടുതലാണ്, അതായത് 1 കൂടുതലാണ് 7/6. ക്ലിയർ ആയോ? ഇൻ കേസ് നിങ്ങൾക്ക് ലെസ് ദാൻ ആണെന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ മധുയുടെ ഇൻകം പൂജയുടെ ഇൻകത്തിനേക്കാളും 1/6 കുറവാന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ ഈ ഒരു ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ വാല്യൂ എഴുതി ന്യൂമറേറ്ററിൽ ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ. സോ എന്ത് കിട്ടും? 5/6 എന്ന് കിട്ടും. കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 7/6 കിട്ടി. സോ ഇത് കണ്ടപ്പം ഓക്കെ ഉറപ്പായിട്ടുണ്ടാവും. ഇവിടെ നോക്കുക, ഇവിടെ മൈനസ് ആണെന്ന് വിചാരിച്ചോളൂ. 1 മൈനസ് 1/6 ആണ്. ഫ്രാക്ഷൻ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഫ്രാക്ഷൻ്റെ സബ്ട്രാക്ഷൻ ഒക്കെയാണ്. ഫ്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കും നമ്മൾ സിംപ്ലിഫിക്കേഷൻ എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഫ്രാക്ഷൻ്റെ ബേസിക് ഓപ്പറേഷൻസ് ആയ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതേപോലെ ഫ്രാക്ഷൻസിൽ എക്സ്പോണൻസ് വന്നാൽ ഇങ്ങനെയുള്ള പവേഴ്സ് വന്നാൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഫ്രാക്ഷൻ റിലേറ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദോസ് സെഷൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് കിട്ടുക? 5/6 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് എക്സാമിനേഷനിൽ റേഷ്യോയുടെ വാല്യൂസ് തരുമ്പം ഇത്ര പെർസെൻറ്റേജിന് ഈക്വൽ ആണെന്ന് തന്നാൽ, പെർസെൻറ്റേജ് വന്നാൽ ആദ്യം അതിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ഇത്ര പെർസെൻറ്റേജിന് ഈക്വൽ ആണ് എന്ന് തന്നു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ആരുടെ കൂടെയാണോ കമ്പയർ ചെയ്യുന്നത്, ഇപ്പം മധുവിനെ നമ്മൾ പൂജയുടെ കൂടെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ പൂജയാണ് എന്ത്? നമ്മുടെ ഡിനോമിനേറ്റർ. മധുയുടെ ഇൻകം നമ്മൾ പൂജയുടെ ഇൻകത്തിൻ്റെ കൂടെയാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ പൂജയുടെ ഇൻകമാണ് എന്ത്? ഈ ഫ്രാക്ഷനിൻ്റെ ഡിനോമിനേറ്റർ. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് മധുവിലേക്ക് വരാം. മധുവിന് 6/1 ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്താണ്? ഈ ന്യൂമറേറ്റർ അങ്ങനെ തന്നെ എഴുതും. ക്ലിയർ ആയോ? യെസ്. ഇനി 1/6 കൂടുതലാണെങ്കിൽ, 1/6 കൂടുതലാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു പൂജയുടെ ഇൻകം അപ്പോൾ 6 തന്നെയാണ്. 1/6 കൂടുതലാണ്. സോ വാല്യൂ എന്തായി? 7 എന്നായി. ഇനി പൂജയുടെ ഇൻകത്തിനേക്കാളും മധുയുടെ ഇൻകം 1/6 കുറവാണെന്ന് വിചാരിക്കുക. അപ്പോൾ പൂജയുടെ ഇൻകം 6 ആണ്, ഒരു വേരിയേഷനും ഇല്ല. മധുയുടെ ഇൻകം ആണ് കുറവ്. സോ എന്താണ്? 6 മൈനസ് 1 5 ആയി. ഈ 3 കേസസ് ആണ് നമ്മളൊരു പെർസെൻറ്റേജ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മൾ ആദ്യം അതിനെ റേഷ്യോയിലേക്ക് മാറ്റുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ അതിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നു, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ റേഷ്യോസ് കണ്ടുപിടിക്കുന്നു, പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ സോൾവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കാം, ഇൻകം ഓഫ് മധു ഈ 16.67% മോർ ദാൻ ഇൻകം ഓഫ് പൂജയാണ്. ഞാൻ അതിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റി. നമ്മളിവിടെ ആരെയാണ് കമ്പയർ ചെയ്യുന്നത്? മധു എന്ന് പറയുന്ന ആളിനെ പൂജയുടെ കൂടെയാണ് കമ്പയർ ചെയ്യുന്നത്. സോ പൂജയുടെ ഇൻകം എന്താണ്? എൻ്റെ ഡിനോമിനേറ്റർ ആണ്. ഓക്കെ, ഇവിടെ മോർ ദാൻ എന്ന് തന്നിട്ടുണ്ട്. സോ ഞാൻ മോർ എന്ന് പറയുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആഡ് ചെയ്യും. സോ എനിക്ക് എന്ത് കിട്ടി? 7 എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? രണ്ടാമത്തെ നോക്കിക്കോളൂ. എക്സ്പെൻഡിച്ചർ ഓഫ് പൂജ ഈ 16.67% ലെസ് ദാൻ ആണ്. ഇവിടെയും നമുക്ക് ഫ്രാക്ഷൻ വാല്യൂ സെയിം ആണ്, 1/6 ആണ്. ലെസ് ദാൻ, ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ലെസ് ദാൻ ആണ്. തൊട്ട് മുമ്പത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഗ്രേറ്റർ ദാൻ ആയിരുന്നു, ഇവിടെ ലെസ് ദാൻ ആണ്. വേറൊരു കാര്യം, തൊട്ട് മുമ്പത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ആരുടെ കൂടെയാണ് കമ്പയർ ചെയ്തത്? മധുയുടെ ഇൻകത്തിനെ
പൂജയുടെ കൂടെയാണ് കമ്പയർ ചെയ്തത്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പൂജയുടെ എക്സ്പെൻഡിച്ചറിനെ വി ആർ കമ്പയറിങ് വിത്ത് മധുസ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ ആരായിരിക്കും? ഡിനോമിനേറ്റർ മധുവാണ്. എക്സ്പെൻഡിച്ചറിൻ്റെ അവിടെ ഈ ഒരു ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ മധുവാണ്, ലെസ് ദാൻ ആണ്. സോ ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി സേവിങ്സ് ഓഫ് പൂജ തന്നിട്ടുണ്ട് 14,000. ഇവിടെ ആരാണ് തന്നിട്ടുള്ളത്? മധു തന്നിട്ടുണ്ട് 16,000. ഇതുവരെ ക്ലിയർ ആയല്ലോ? ഇനി നോക്കിക്കോളൂ. നമുക്കറിയാം സെയിം റേഷ്യോ ആണെങ്കിൽ നമ്മൾ അതിനെ സെയിം വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ ഇവിടെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ലീനിയർ ഇക്വേഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഇൻകം എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൻ്റെ താഴെ വരുന്ന 99% പ്രോബ്ലംസും നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ കൂടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഇതല്ലാതെ ഈ ഒരു ഇൻകം എക്സ്പെൻഡിച്ചർ എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൻ്റെ താഴെ അല്ലാത്ത വേറെ ടോപ്പിക്കിൽ പ്രോബ്ലംസ് വരുമ്പോഴും ചില സമയത്ത് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇഫ് ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ സാറ്റിസ്ഫൈസ് ഓൾ ദീസ് കണ്ടീഷൻസ്. ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. ക്ലിയർ ആയല്ലോ? അതായത് രണ്ട് വേരിയബിൾസ് ഉണ്ടായിരിക്കണം. നമുക്ക് അവിടെ ലീനിയർ ഇക്വേഷൻസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ടാണ്, 2 ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ ദർ വി ക്യാൻ ഫോളോ ദിസ് മെത്തേഡ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ എന്തായാലും ഞാനിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യാൻ പോവാണ്. എനിക്കിവിടെ എന്തായാലും 1 എന്ന് കിട്ടുന്ന വാല്യൂ ഏത് റേഷ്യോക്ക് ഉള്ളതാണ്? 7:6 എന്നുള്ള റേഷ്യോനുള്ളതാണ്. അപ്പോൾ നോക്കിക്കോളൂ, ഇതാണ് എൻ്റെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. സോ 7 × 5 എന്താണ്? 7 × 5 35 ആണ്. 6 × 6 36 ആണ്. പിന്നെന്താണ്? 6 × 14 അല്ലേ? 14 × 5 ചെയ്യുമ്പോൾ നമുക്ക് 70,000 കിട്ടും. സോ 6 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാൻ പോണത് 84,000 മൈനസ് 16 × 5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണത് 80,000 ആണ്. 16 × 5 80 ആണ്. സോ 16,000 × 5 ചെയ്യുമ്പോൾ 80,000 കിട്ടും. സോ ഐ ഗോട്ട് 1 = 4,000. എനിക്ക് അങ്ങനെ എന്ത് കിട്ടി? 1 = 4,000 എന്ന് കിട്ടി. ഇവിടെ എന്നോട് ചോദിച്ചത് എന്താണ്? ടോട്ടൽ ഇൻകം ആണ് എന്നോട് ചോദിച്ചത്. ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പം 7ഉം 6ഉം ആണ്. സോ 7 + 6 = 13 അല്ലേ? സോ 13 × 4,000. 13 × 2 ചെയ്യുമ്പോൾ 26 കിട്ടും. അതിൻ്റെ ഡബിൾ എടുക്കുമ്പോൾ 52. ഇനി അതല്ല നിങ്ങൾക്ക് 13 × 5 അറിയാമെങ്കിൽ 13 × 5 65 ആണ്. അതിൽ നിന്നൊരു 13 കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 52 കിട്ടും. ഇനി അതല്ല നിങ്ങൾക്ക് 13 × 3 അറിയാമെങ്കിൽ 13 × 3 39 ആണ്. അതിൻ്റെ കൂടെ ഒരു 13 ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിൻ്റെ കൂടെ ഒരു 13 ആഡ് ചെയ്ത് കഴിയുമ്പം യു വിൽ ഗെറ്റ് എന്താണ്? 52. ക്ലിയർ ആയല്ലോ? 52,000. അതർവൈസ് ഇവിടെ 13 ഉണ്ട്. ഇവിടെ 13 ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് 16ൻ്റെ ടേബിൾ അറിയാം. 16 × 4 എന്താണ്? 16 × 4 16 ആണ്. 64 ആണ്. 16 × 4 എന്താണ്? 64 ആണ്. 16ഉം 13ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 3 ആണ്. സോ ഞാൻ 3 × 4 കാണുന്നു 12 ആണ്. ഇവർ രണ്ടുപേരെയും സോൾവ് ചെയ്യുമ്പോഴും എനിക്ക് എന്ത് കിട്ടും? 52 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് വാല്യൂ ആണോ കംഫർട്ടബിൾ, അല്ലെങ്കിൽ ഏത് രീതിയിൽ ചെയ്യണതാണോ കംഫർട്ടബിൾ, അപ്പോൾ ഏത് ഐഡിയ ആണോ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് ആ ഐഡിയാസ് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. സോ എൻ്റെ ടോട്ടൽ ഇൻകം എന്താണ്? 52,000. ക്ലിയർ ആയല്ലോ? യെസ്. Okay. X, Y and Z spent 80%, 85% and 75%
of their incomes respectively. Okay. If their savings are in the ratio 8:9:20 and difference between income of X and Z is rupees 18,000, then income of Y is. ഓക്കെ, നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുക. ഞാൻ പറഞ്ഞു 99% ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൻ്റെ ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് വേറെ പല ട്രിക്സൊക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് അത്തരം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആ ഒരു കാറ്റഗറിയിലുള്ളതാണ്. നമുക്ക് നോക്കാം. എക്സ് നമുക്ക് 3 ആൾക്കാരുടെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന് എക്സ് ആണ്, ഒന്ന് വൈ ആണ്, ഒന്ന് സെഡ് ആണ്. ഓക്കെ, ഈ എക്സ് വൈ സെഡിൻ്റെ കാര്യം പറയുമ്പം എക്സും വൈയും സെഡും അവരുടെ ഇൻകത്തിൻ്റെ 80%, 85%, 75% എന്ത് ചെയ്യുന്നു? സ്പെൻഡ് ചെയ്യും അല്ലേ? അപ്പോൾ എക്സിൻ്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്? 80% ഓഫ് 80 എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം 4/5 ആണ് അല്ലേ? 85 എന്ന് പറയുമ്പോൾ പറയാം 17/20 ആണ്. 75 എന്ന് പറയുമ്പം 3/4 ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ എന്താണ് ഇൻകത്തിൻ്റെ, അതായത് എക്സിൻ്റെ ഇൻകത്തിൻ്റെ 4/5 ആണ് ആര്? നമ്മുടെ എക്സിൻ്റെ എക്സ്പെൻഡിച്ചർ. അതേപോലെ വൈയുടെ ഇൻകത്തിൻ്റെ 17/20 ആണ് ആര്? നമ്മുടെ വൈയുടെ എക്സ്പെൻഡിച്ചർ. ഇനി സെഡിൻ്റെ ഇൻകത്തിൻ്റെ 3/4 ആണ് ആര്? സെഡിൻ്റെ ഇൻകം. ക്ലിയർ ആയോ? വേറൊരു കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് വേറെ അഡീഷണലായി ഒരു ആക്ച്വൽ വാല്യൂ തന്നിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ഓഫ് എക്സ് ആൻഡ് സെഡ് എന്ന് പറയുന്നത് 18,000 ആണ്. തൽക്കാലം നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് മാറ്റി വയ്ക്കാം. അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു റേഷ്യോ ആണ് സേവിങ്സ് ഓഫ് ദീസ് 3 അല്ലേ? എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും സേവിങ്സിൻ്റെ റേഷ്യോ എന്താണ്? 8:9:20 ആണ്. എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും സേവിങ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 8:9:20 ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമുക്കിവരൊന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതാം. എക്സ്, വൈ, സെഡ്. ഓക്കെ, 3 സംഭവങ്ങളുണ്ട്: ഇൻകം, എക്സ്പെൻഡിച്ചർ, സേവിങ്സ്. സേവിങ്സിൻ്റെ റേഷ്യോ ഉണ്ട്. സേവിങ്സിൻ്റെ റേഷ്യോ 8:9:20 ആണ് അല്ലേ? 8ഉം 9ഉം 20ഉം ആണ് അവരുടെ സേവിങ്സിൻ്റെ റേഷ്യോ. ഇനി ഇൻകം ടു എക്സ്പെൻഡിച്ചർ അല്ലേ? ഇവിടെ നമ്മൾ എക്സിൻ്റെ ഇൻകം ടു എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പം എന്ത് വരും? ഇ ആണ്, നോക്കിക്കോളൂ. ഇ ആണ്, 4/5 ഐ ആണ്. എനിക്ക് ആവശ്യം എന്താണ്? ഇൻകം ടു എക്സ്പെൻഡിച്ചർ ആണ്. സോ ഇൻകം ബൈ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഈ 5 ഇങ്ങോട്ട് വരും, 4 താഴത്തേക്ക് വരും അല്ലേ? യെസ്. അപ്പം എൻ്റെ എക്സ്പെൻഡിച്ചർ, എൻ്റെ ഇൻകം, എക്സിൻ്റെ ഇൻകം എന്ന് പറയുന്നത് 4 ആണ്. അല്ല സോറി, ഇൻകം എന്ന് പറയുന്നത് 5 ആണ്. അയാളുടെ എക്സ്പെൻഡിച്ചർ എന്താണ്? 20 ആണ്. അതേപോലെ എൻ്റെ എക്സിൻ്റെ ഇൻകം, വൈയുടെ ഇൻകം എന്ന് പറയുന്നത് 20 ആണ്. അയാളുടെ എക്സ്പെൻഡിച്ചർ എന്താണ്? അയാളുടെ എക്സ്പെൻഡിച്ചർ 17 ആണ്. അതേപോലെ സെഡിൻ്റെ കാര്യം പറയുമ്പം ഇൻകം എന്ന് പറയുന്നത് 4 ആണ്. അയാളുടെ എക്സ്പെൻഡിച്ചർ എന്താണ്? 3 ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഇതിൻ്റെ ആ ഒരു ഡയറക്ഷൻ ഒന്ന് മാറ്റി എഴുതാം. ഇവിടെ IES എന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും. എക്സ്, വൈ, സെഡ് അല്ലേ? 5, 4, 8. അതേപോലെ ഇവിടെ എന്താണ്? 20, 17, 9. പിന്നെ ഇവിടെ എന്താണ്? 4, 3, 20. ഓക്കെ, യെസ്. ഇപ്പോൾ ഈ ഒരു റേഷ്യോ, ഈ ഒരു സേവിങ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്
നമുക്ക് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. ഇത് വിത്ത് റെസ്പെക്ട് ടു ആക്ച്വൽ വാല്യൂ ആണല്ലേ, വിത്ത് റെസ്പെക്ട് ടു ആക്ച്വൽ വാല്യൂക്ക് അനുസരിച്ചിട്ടാണ് അവർ എസിൻ്റെ സേവിങ്സിൻ്റെ ഈ ഒരു റേഷ്യോ തന്നേക്കണേ. നമുക്കിവിടെ ഓൾറെഡി ഇൻകത്തിൻ്റെയും എക്സ്പെൻഡിച്ചറിൻ്റെയും റേഷ്യോ വാല്യൂസ് ഉണ്ട്. ഓൾറെഡി നമുക്ക് എന്തുണ്ട്, ഇൻകത്തിൻ്റെയും എക്സ്പെൻഡിച്ചറിൻ്റെയും റേഷ്യോ വാല്യൂസ് ഉണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ആ വാല്യൂ ആദ്യം ഞാൻ കണ്ടുപിടിക്കാം. ഓക്കെ, തൽക്കാലം ഇത് മാച്ചിട്ട് ആ വാല്യൂ ഞാൻ ആദ്യം കണ്ടുപിടിക്കാം. നോക്കിക്കോളൂ, 5 - 4 ചെയ്യുമ്പോൾ എനിക്ക് 1 കിട്ടും, 20 - 17 ചെയ്യുമ്പോൾ എനിക്ക് 3 കിട്ടും, 4 - 3 ചെയ്യുമ്പോൾ എനിക്ക് 1 കിട്ടും. ഈ സേവിങ്സിൻ്റെ ഈ റേഷ്യോ എന്ന് പറയണത് എന്താണ്, വിത്ത് റെസ്പെക്ട് ടു ദിസ് റേഷ്യോ വാല്യൂ. ക്ലിയർ ആയോ? ഈ സേവിങ്സിൻ്റെ ഞാൻ ഇവിടെ കണ്ടുപിടിച്ച, ശ്രദ്ധിച്ചോളൂ, ഇവിടെ കണ്ടുപിടിച്ച ഈ 3 റേഷ്യോ വാല്യൂസ് എന്ന് പറയണത്, ഈ സേവിങ്സിൻ്റെ റേഷ്യോ 3 പേരുടെയും സേവിങ്സിൻ്റെ ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ഇൻകം എക്സ്പെൻഡിച്ചർ റേഷ്യോസ്. ക്വസ്റ്റ്യനിൽ എനിക്കൊരു സേവിങ്സിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 8, 9, 20. ഇത് എന്തിനനുസരിച്ചിട്ടുള്ളതാണ്, ഇത് ആക്ച്വൽ വാല്യൂസിനനുസരിച്ചിട്ടുള്ളതാണ്. ഈ ഒരു റേഷ്യോ എന്താണ്, ആക്ച്വൽ വാല്യൂവിനനുസരിച്ചിട്ടുള്ളതാണ്. എനിക്ക് 18,000 എന്ന് പറയുന്ന ആ ആളുമായി ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഈ ഒരു റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻകത്തിലും എക്സ്പെൻഡിച്ചറിലും ഞാൻ എന്തൊക്കെ മാറ്റമാണ് വരുത്തേണ്ടതെന്നുള്ളതാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കോളൂ, ഇവിടെ എനിക്ക് എന്താണ് കിട്ടേണ്ടത്, എൻ്റെ സേവിങ്സിൻ്റെ വാല്യൂ എനിക്ക് 8 എന്നാണ് കിട്ടേണ്ടത്. എൻ്റെ സേവിങ്സിൻ്റെ വാല്യൂ എനിക്ക് 8 എന്നാണ് കിട്ടേണ്ടത്. ഇവിടെ എനിക്ക് കിട്ടിയത് എന്താണ്, 1 ആണ്. സോ 1 × 8 ചെയ്യുമ്പം എനിക്ക് 8 കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ഈ സേവിങ്സ് എന്ന് പറയുന്നത്, ഈ സേവിങ്സിൻ്റെ ഈ വാല്യൂ 5 - 4 ആണ്. അപ്പോൾ ഇവിടെ ഞാൻ 8, ഇവിടെ എനിക്ക് ആൻസർ 8 എന്ന് കിട്ടണമെങ്കിൽ ഇവർ രണ്ടുപേരെയും ഞാൻ ഏത് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായോ? സിമിലർലി ഇവിടെ എനിക്ക് കിട്ടേണ്ടത് 9 ആണ്. സോ ഇവിടെ ഞാൻ × 3 ചെയ്താൽ മതി. സോ അതിന് ഞാൻ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ എനിക്ക് 20 ആണ് കിട്ടേണ്ടത്. സോ ഞാൻ ഇവിടെ × 20 ചെയ്താൽ മതി. സോ ഇവിടെയും ഞാൻ എന്ത് ചെയ്യുന്നു, 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ പുതിയ ഇൻകം എക്സ്പെൻഡിച്ചർ നോക്കിക്കോളൂ, ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സ് 8, 9, 20 ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 5 × 8 40, ഇവരെ ഞാൻ മാറ്റുവാണ്. 5 × 8 40, 4 × 8 32. 40 - 32 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ നോക്കിക്കോളൂ, 8 ആണ്. 20 × 3 ചെയ്യുമ്പോൾ എനിക്ക് എന്താണ്, 60 കിട്ടുന്നു. 17 × 3 ചെയ്യുമ്പം എനിക്ക് 51 ആണ് കിട്ടുന്നത് അല്ലേ. യെസ്, അപ്പോൾ 60 നിന്ന് 51 പോകുമ്പം എനിക്ക് 9 കിട്ടി. ഇനി 4 × 20 എന്ന് പറഞ്ഞാൽ 80 ആണ്. 3 × 20 60 ആണ്. മൈനസ് ചെയ്യുമ്പം എനിക്ക് ആരെ കിട്ടി, 20 എന്ന് കിട്ടി. അപ്പം സേവിങ്സിൻ്റെ റേഷ്യോ 8:9:20 എന്ന് കിട്ടണമെങ്കിൽ നമ്മുടെ ഇൻകത്തിൻ്റെയും എക്സ്പെൻഡിച്ചറിൻ്റെയും പുതിയ വാല്യൂസ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഈ ഒരു 18,000 എന്ന് പറയുന്ന ആ ഒരു ആളുമായി നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. 18,000 എന്ന് പറയുന്നത് എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ഓഫ് എക്സ് ആൻഡ് സെഡ് അല്ലേ. എക്സിൻ്റെയും സെഡിൻ്റെയും ഇൻകത്തിൻ്റെ ഡിഫറൻസ് ആണ് ആര്, നമ്മുടെ 18,000. സോ അവരുടെ ഡിഫറൻസ് എന്താണ്, 40 ആണ്. 40 = 18,000. ഇത് രണ്ടും ക്യാൻസൽ ആവും. സോ 1 = 180 എന്ന് പറയുമ്പം 45 ആണ്. 1 = 450 എന്ന് കിട്ടും. എന്നിട്ട് എന്നോട് ചോദിച്ചത് ആരുടെ വാല്യൂ ആണ്, വൈയുടെ വാല്യൂ ആണ്. സോ എന്താണ്, 60 × 450 അല്ലേ. 60 × 450. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ നമുക്ക് 30 × 90 എന്ന് എഴുതാൻ പറ്റും. 90 × 10 അല്ലേ. 40 നമുക്കറിയാം 16 എങ്ങനെ എഴുതാം, 30 × 2 × 45 × 10 എന്ന് എഴുതാം. സോ ഇതിനെ എങ്ങനെ എഴുതാം, 30 × 90 × 10 എന്ന് എഴുതാം. 3 × 9 27, 3 zeros, 27,000. ക്ലിയർ ആയോ? സോ വാട്ട് ഈസ് ദ ഇൻകം ഓഫ് വൈ, 27,000. ഈസ് ഇറ്റ് ക്ലിയർ ഗൈസ്? യെസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് ചെയ്തത്, നമുക്ക് ആക്ച്വൽ സേവിങ്സ്
ആക്ച്വൽ സേവിങ്സിൻ്റെ വാല്യൂസിനനുസരിച്ചിട്ട് 3 പേരുടെയും ആക്ച്വൽ സേവിങ്സിൻ്റെ വാല്യൂസിനനുസരിച്ച് ഒരു റേഷ്യോ തന്നിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരുടെയും ഇൻകം എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് തന്നിട്ടുള്ള ഇൻകം എക്സ്പെൻഡിച്ചർ റേഷ്യോനനുസരിച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഒരു സേവിങ്സിൻ്റെ റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ സേവിങ്സിൽ ആക്ച്വൽ ആ ഒരു 8 ആണെങ്കിൽ 8 കിട്ടാൻ വേണ്ടി ഏത് വാല്യൂ കൊണ്ടാണ് ഞാൻ എൻ്റെ സേവിങ്സിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കണ്ടുപിടിച്ച് അത് ഞാൻ ഇൻകത്തിലും എക്സ്പെൻഡിച്ചറിലും മൈനസ് ചെയ്ത് അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്തിന് ഈക്വലാക്കി? എനിക്ക് തന്നിട്ടുള്ള സേവിങ്സിൻ്റെ റേഷ്യോസിന് ഞാൻ ഈക്വലാക്കി. അതിനുശേഷം കിട്ടിയ ഇൻകത്തിൻ്റെയും എക്സ്പെൻഡിച്ചറിൻ്റെയും ഒക്കെ റേഷ്യോസ് യൂസ് ചെയ്ത് തന്നിട്ടുള്ള ആക്ച്വൽ വാല്യൂ ആയിട്ട് ഞാൻ കമ്പയർ ചെയ്തു. ക്ലിയർ ആയല്ലോ? യെസ്. സോ ഇതൊരു ടൈപ്പാണ്. ഇൻകം എക്സ്പെൻഡിച്ചർ എന്ന് കണ്ടാൽ തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് വിചാരിക്കരുത്. 99% ക്വസ്റ്റ്യൻസിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇത്തരം ക്വസ്റ്റ്യൻസിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. യെസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The ratio of incomes A and B last year was 4:3 respectively. The ratio of their individual income of the last year and the present year are 3:4 and 5:6 respectively. If their total income for present year is rupees 8.04 lakh, then the income of B in the last year was. ഓക്കെ, നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ എന്താണ് ദ റേഷ്യോ ഓഫ് എ ഇൻകംസ് അല്ലേ? നമുക്കിവിടെ എന്താണ് എ ബി എന്ന് പറയുന്ന 2 ആൾക്കാരുടെ കാര്യം തന്നിട്ടുണ്ട്. അതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് ആദ്യം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. ദ റേഷ്യോ ഓഫ് ഇൻകംസ് ഓഫ് എ ആൻഡ് ബി ലാസ്റ്റ് ഇയർ അല്ലേ? കഴിഞ്ഞ കൊല്ലം തൊട്ട് മുമ്പത്തെ കൊല്ലം എയുടെയും ബിയുടെയും ഇൻകത്തിൻ്റെ റേഷ്യോ അവർ തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ആസ് 4:3. ഇറ്റ് ഈസ് ഗിവൺ ആസ് 4:3 അല്ലേ? ദ റേഷ്യോ ഓഫ് ദർ ഇൻഡിവിജ്വൽ ഇൻകം, ദ റേഷ്യോ ഓഫ് ദർ ഇൻഡിവിജ്വൽ ഇൻകം ഓഫ് ദ ലാസ്റ്റ് ഇയർ ആൻഡ് പ്രസൻറ്റ് ഇയർ, അതായത് ഇവരുടെ രണ്ടുപേരുടെയും ഇൻഡിവിജ്വൽ ഇൻകം അല്ലേ? അത് ലാസ്റ്റ് ഇയറും പ്രസൻറ്റ് ഇയറും, അതായത് എ എന്ന് പറയുന്ന ആളുടെ കഴിഞ്ഞ കൊല്ലത്തിൻ്റെയും ഈ കൊല്ലത്തിൻ്റെയും ഇൻകത്തിൻ്റെ റേഷ്യോയും ബി എന്ന് പറയുന്ന ആളുടെ കഴിഞ്ഞ കൊല്ലത്തിൻ്റെയും ഈ കൊല്ലത്തിൻ്റെയും റേഷ്യോയും ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പം നമുക്ക് നോക്കാം. എ എന്ന് പറയുന്ന ആളുടെ ലാസ്റ്റ് ഇയർ, ലാസ്റ്റിനെയാണ് ഞാൻ എല്ലെന്ന് കൊടുത്തേക്കണേ, പ്രസൻറ്റ് ഇയറിനെയാണ് ഞാൻ ഇവിടെ പി എന്ന് എഴുതിയേക്കണേ. ലാസ്റ്റ് ഇയർ ഇവിടെ നോക്കിക്കോളൂ. റെസ്പെക്റ്റീവ്ലി, ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്തെങ്കിലും ഒരു കാര്യം റെസ്പെക്റ്റീവ്ലി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യണം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ എ ബി ആൻഡ് സി ആർ പെർസ്യൂയിങ് മെഡിസിൻ, എൻജിനീയറിങ്, പിന്നെ നമുക്ക് എന്ത് പറയാം, അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയാം. എ ബി ആൻഡ് സി are pursuing medicine, അതേപോലെ എന്താണ് എൻജിനീയറിങ്, പിന്നെ ഒരു കോഴ്സ് എന്തെങ്കിലും, ആൻഡ് എക്കണോമിക്സ്
എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കും. എക്കണോമിക്സ് റെസ്പെക്റ്റീവ്ലി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം ഇവിടെ എന്ത് ഓർഡറാണോ ഫോളോ ചെയ്തേക്കണേ അതേ ഓർഡറിലാണ് ഈ സാധനവും ഫോളോ ചെയ്യുന്നത്. അതായത് എ എന്ന് പറയുന്ന ആൾ മെഡിസിൻ ആണ് ഫോളോ ചെയ്യുന്നത്, ബി എന്ന് പറയുന്ന ആൾ എഞ്ചിനീയറിംഗ് ആണ് പെർസ്യൂ ചെയ്യുന്നത്, സി എന്ന് പറയുന്ന ആൾ ഏതാണ് പെർസ്യൂ ചെയ്യുന്നത്? എക്കണോമിക്സ് ആണ്. അപ്പം ഇവിടെ ഏത് ഓർഡറാണോ ഫോളോ ചെയ്തിട്ടുള്ളത് അതേ ഓർഡറിലായിരിക്കും രണ്ടാമത് തന്നിട്ടുള്ള ആ കാര്യം. അപ്പം റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ആളുടെ ലാസ്റ്റ് ഇയറും ഇപ്പോഴത്തെ ഇയറിൻ്റെ റേഷ്യോ ആണ് ആദ്യം തന്നിട്ടുള്ളത്. കാരണം ക്വസ്റ്റ്യനിൽ ആദ്യം എ ആണ് തന്നിട്ടുള്ളത് അല്ലേ. അതേപോലെ ബി എന്ന് പറയുന്ന ആളുടെ ലാസ്റ്റ് ടു പ്രസൻറ്റ് ഇയറിൻ്റെ റേഷ്യോ ആണ് 5:6. കാരണം ക്വസ്റ്റ്യനിൽ ബി എന്ന് പറയുന്ന ആൾ രണ്ടാമതാണ് തന്നിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർഡർ മാറ്റി ബി ആൻഡ് എ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ 3:4 ആയിരിക്കും ബിയുടെ, 5:6 ആയിരിക്കും എയുടെ. ക്ലിയർ ആയല്ലോ? യെസ്. സോ ലാസ്റ്റ് ഇയർ ടു പ്രസൻറ്റ് ഇയർ ആണ്, നോക്കിക്കോളൂ. ഇവിടെ 3:4 ആണ്, ഇവിടെ 5:6 ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുള്ളത് ടോട്ടൽ ഇൻകം ഫോർ പ്രസൻറ്റ് ഇയർ. ഇപ്പോൾ ഈ കൊല്ലത്തെ ടോട്ടൽ ഇൻകം ആണ് തന്നിട്ടുള്ളത്. രണ്ടുപേരുടെയും പ്രീവിയസ് ഇയറിൻ്റെ അല്ലെ കഴിഞ്ഞ കൊല്ലത്തിൻ്റെ റേഷ്യോ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടിയത്. ഇൻ കേസ് നമുക്ക് അവർ തന്നത് ഈ കൊല്ലത്തിൻ്റെ അല്ലെ കഴിഞ്ഞ കൊല്ലത്തിൻ്റെ ടോട്ടൽ ഇൻകം ആയിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. 4 + 3 7 is equal to 8.04 lakh ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? നമുക്ക് തന്നിട്ടുള്ളത് പ്രസൻറ്റ് ഇയറിൻ്റെ ടോട്ടൽ ഇൻകം ആണ്. തന്നിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് ഇയറിൻ്റെ കഴിഞ്ഞ കൊല്ലത്തിൻ്റെയാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തിൻ്റെ രണ്ടുപേരുടെയും ഇൻകത്തിൻ്റെ റേഷ്യോ എന്താണ്? 4:3 ആണ് അല്ലേ. കഴിഞ്ഞ കൊല്ലത്തിൻ്റെ രണ്ടുപേരുടെ ഇൻകത്തിൻ്റെ റേഷ്യോ 4:3 ആണ്. ഇത് നമ്മൾ ഈ ഇൻഡിവിജ്വൽ ഇൻകത്തിലേക്ക് വരുവാണ്. ഇതെന്താണ്? കഴിഞ്ഞ കൊല്ലത്തിൻ്റെയും ഇക്കൊല്ലത്തിൻ്റെയും റേഷ്യോയാണ് എയുടെ. കഴിഞ്ഞ കൊല്ലത്തിൻ്റെയും ഇക്കൊല്ലത്തിൻ്റെയും സാലറി അല്ലെങ്കിൽ ഇൻകത്തിൻ്റെ റേഷ്യോ ആണ് ബിയുടെ. അപ്പം ഞാൻ ഈ രണ്ടുപേരുടെയും കഴിഞ്ഞ കൊല്ലത്തിൻ്റെ വാല്യൂസ് ഞാൻ നോക്കുമ്പോൾ എന്താണ്? ഇവിടെ 3 ആണ്, ഇവിടെ 5 ആണ്. ഞാൻ ഈ 3ഉം 5ഉം നോക്കുമ്പോൾ 3:5 എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ അല്ല? 4:3 ഈക്വൽ അല്ല. എനിക്ക് തന്നിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലത്തിൻ്റെ രണ്ടുപേരുടെയും ഇൻകം ഏത് റേഷ്യോക്ക് ഈക്വൽ ആണ്? 4:3 എന്ന് പറയുന്ന റേഷ്യോന് ഈക്വൽ ആണ്. ഞാനിവിടെ നോക്കുമ്പം ലാസ്റ്റ് ഇയറിന് രണ്ടുപേരുടെയും വാല്യൂസ് ഞാൻ എടുത്തപ്പം അത് രണ്ടിൻ്റെയും റേഷ്യോ ഞാൻ എടുക്കുമ്പം എനിക്ക് കിട്ടണത് 4:3 എന്നല്ല. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ രണ്ട് വാല്യൂസിനെയും ഈ രണ്ട് റേഷ്യോ വാല്യൂസിനെയും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഐദർ ബൈ മൾട്ടിപ്ലൈയിങ് ഓർ ബൈ ഡിവൈഡിങ് എ നമ്പർ. ഒരു നമ്പർ അതിപ്പോൾ ഫ്രാക്ഷൻ ആവാം, ഡെസിമൽ ആവാം, അല്ലെങ്കിൽ എന്താ പറയുക ഹോൾ നമ്പേഴ്സ് ആവാം. എന്തായാലും കുഴപ്പമില്ല. ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യോ ചെയ്ത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ രണ്ട് വാല്യൂസിന് ഞാൻ 4:3 എന്ന് പറയുന്നതിന് ഈക്വൽ ആക്കാൻ പോവാണ്. നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് എന്താണ് കിട്ടേണ്ടത്? ഇവിടെ 4 ആണ് കിട്ടേണ്ടത്. ഇവിടെ നമ്മുടെ വാല്യൂ 3 ആണ്. ഒന്ന് നോക്കിക്കോളൂ. 3 × 4/3 ഞാൻ ചെയ്യുവാണ്. ഈ 3ഉം ക്യാൻസൽ ആവും. എനിക്ക് എന്ത് കിട്ടി? 4 കിട്ടി. സോ ഞാൻ എൻ്റെ എയുടെ കൂടെ എന്താണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്? 4/3. ഐ എം ഗോയിങ് ടു മൾട്ടിപ്ലൈ 4/3 അഗെയിൻ. ഇവിടെ എനിക്ക് എന്താണ് കിട്ടേണ്ടത്? 3 ആണ് കിട്ടേണ്ടത്. പക്ഷേ എൻ്റെ റേഷ്യോയിൽ എന്താണ്? 5 ആണ്. സോ ഞാൻ 5 × 3/5 ചെയ്യുമ്പോൾ 5 രണ്ടും ക്യാൻസലായി. എനിക്ക് 3 കിട്ടി. സോ ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോണത് 3/5 ആണ്. ഞാനിവിടെ രണ്ട് ഫ്രാക്ഷൻസ് എടുത്തുവെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ 3നെയും 5നെയും നമ്മൾ ഏതെങ്കിലും നമ്പേഴ്സ് കൊണ്ട് ഹോൾ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 4:3 കിട്ടുന്നുണ്ടെങ്കിൽ അത്തരം നമ്പേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്താലും ആൻസർ കിട്ടും. ഈ രീതിയിൽ കണ്ടുപിടിക്കേണ്ടതാണ് കമ്പാരിറ്റീവ്ലി ഈസി. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി നമുക്കിതൊന്ന് സോൾവ് ചെയ്യാം. 12/3 സോറി, ഇവിടെ 12/3 അല്ല, 3 × 4 12/3 എന്ന് പറയുമ്പോൾ അത് 4 ആണ്. 4:16/3. അതേപോലെ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും അല്ലേ? 3 കിട്ടും. 18/5 കിട്ടും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇപ്പം നോക്കിക്കോളൂ. ലാസ്റ്റ് ഇയറിൻ്റെ രണ്ടുപേരുടെയും ലാസ്റ്റ് ഇയേഴ്സിൻ്റെ റേഷ്യോ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടണേ? 4:3 ആണ് കിട്ടണേ. അപ്പോൾ ഇനി നമുക്ക് തന്നിട്ടുള്ളത് പ്രസൻറ്റ് ഇയറിൻ്റെ ഈ കറൻറ്റ് ഇയറിൻ്റെ വാല്യൂസ് ആണ്. സോ കറൻറ്റ് ഇയറിൻ്റെ അവരുടെ റേഷ്യോസ് എന്താണ്? 16/3 + 18/5 is equal to 8.04 lakh അല്ലേ? യെസ്. നമുക്കിത് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ. 16 × 5 80 ആണ്. 18 × 3 എന്ന് പറയുമ്പം 54 ആണ്.
divided by 15 is equal to 8.04 lakh ആണ്. ഈ 15 മുകളിലേക്ക് വരും. 80 plus 54 is equal to 15 into 8.04 lakh. നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 134 ആണ്. 134 is equal to 15 into 8.04 lakh. ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആയല്ലോ. ഇനി നമുക്കിത് സോൾവ് ചെയ്യണം. നോക്കാം. പല രീതിയിൽ നമുക്ക് ചെയ്യാം. അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഞാൻ തൽക്കാലം ക്വസ്റ്റ്യൻ്റെ കുറച്ച് ഭാഗം മാറ്റാം. ഓക്കെ, യെസ്, നോക്കിക്കോളൂ. ഈ ഒരു സൊല്യൂഷൻ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഞാൻ ആ പല രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് എന്ത്? വൺസ് പ്ലേസ് കമ്പാരിസൺ മെത്തേഡ്. നമുക്കറിയാം, നമ്മൾ സിംപ്ലിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിൽ അല്ലെങ്കിൽ പെർസെൻറ്റേജ് എന്നുള്ള ചാപ്റ്ററിലൊക്കെ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഈ വൺസ് പ്ലേസ് കമ്പാരിസൺ മെത്തേഡ് പറഞ്ഞതാണ്. രണ്ടുപേരുടെയും വൺസ് പ്ലേസ് നമ്മൾ നോക്കുന്നു അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ നമ്മുടെ നമ്പറിൻ്റെ വൺസ് പ്ലേസ് 4 ആണ്. അതിൻ്റെ കൂടെ ഏതോ ഒരു വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എൻ്റെ ആ നമ്പറിൻ്റെ വൺസ് പ്ലേസിൽ എനിക്ക് 4 തന്നെ കിട്ടണം. ഞാൻ ആലോചിക്കുവാണ് 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 4ൻ്റെ കൂടെ ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ വൺസ് പ്ലേസിൽ 4 കിട്ടുന്നത്. ഞാൻ നോക്കുമ്പോൾ 4 into 1 ചെയ്യുമ്പോൾ എനിക്ക് 4 കിട്ടും അല്ലേ? ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 4 into 1 ആണ്, ചെയ്യുമ്പോൾ എനിക്ക് 4 കിട്ടും. രണ്ടാമത്തെ ഓപ്ഷൻ 4 into 6 ആണ്, എനിക്ക് 24 കിട്ടും. അതിൻ്റെ വൺസ് പ്ലേസിലും 4 ആണ്. എന്തായാലും 134 into 1 ചെയ്യുമ്പോഴല്ല നമുക്ക് 8.04 കിട്ടണം. മേ ബി 134 into 11 നമുക്ക് ചെയ്താൽ ചിലപ്പം 804 എന്നുള്ള വാല്യൂ ആയിരിക്കാം കിട്ടണം. അത് നമുക്ക് അറിയാൻ പാടില്ല. സോ 11 എന്നുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് പോണതിന് മുമ്പ് നമുക്ക് നെക്സ്റ്റ് ഏത് ഓപ്ഷൻ ടെസ്റ്റ് ചെയ്യാനുണ്ട്? 6 എന്ന് പറയുന്ന ഒരു വാല്യൂ ടെസ്റ്റ് ചെയ്യാനുണ്ട്. എപ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ ഈ ഒരു 1 to 10ൻ്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് കൊണ്ടാണ് ആദ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇവിടെ 1 ആയതുകൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വേറെ ഏതെങ്കിലും നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഒരു 8 ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 5 ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഞാൻ ആദ്യം 5 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും, എനിക്ക് ആൻസർ കിട്ടണ്ടോ എന്ന് നോക്കും, കിട്ടിയില്ല. സോ ഞാൻ നെക്സ്റ്റ് ഓപ്ഷനായ 6ലേക്ക് വരും. 6 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും, എനിക്ക് ആൻസർ കിട്ടിയില്ല. പിന്നെയാണ് ഞാൻ ഏതിലേക്ക് വരുന്നത്? 15ലേക്കും 16ലേക്കും വരുന്നത്. 15 ഞാൻ ചെയ്ത് നോക്കും, കിട്ടിയില്ല. 16 ചെയ്ത് നോക്കും, കിട്ടിയില്ല. പിന്നെയാണ് ഏത് ഓപ്ഷനിലേക്ക് വരുന്നത്? 25. അതേപോലെ അങ്ങനെ നമ്മൾ അടുത്തടുത്ത നമ്പേഴ്സിൻ്റെ ഓപ്ഷൻസിലേക്ക്, അടുത്തടുത്ത ആ ഒരു 20 to 30, 30 to 40 എന്നുള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ പോണത് തൊട്ട് മുമ്പത്തതിലെ 2 വാല്യൂസും നമ്മൾ ചെയ്തതിന് ശേഷം മാത്രം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഞാൻ ഇനി 6 കൊണ്ട് ഞാൻ ചെയ്ത് നോക്കാൻ പോവാണ്. യെസ്, ഒന്നെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, ഇല്ലെങ്കിൽ നോക്കിക്കോളൂ. 130 into 4 ആണ് അല്ലേ? നോക്കാം, നോക്കിക്കോളൂ. 130 plus 4 into 6 ആണ് അല്ലേ? 13 into 6 എന്താണ്? 13 into 5 65 ആണ്. അതിൻ്റെ കൂടെ 6 ആഡ് ചെയ്യുമ്പോൾ 780 കിട്ടും, പ്ലസ് 24. ഇത് സോൾവ് ചെയ്തോളൂ, നമുക്ക് 4 കിട്ടും, 804 അല്ലേ? അപ്പോൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ 134 എന്ന് പറയുന്ന നമ്പറിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 804 കിട്ടണത്. എനിക്ക് എന്താണ് കിട്ടേണ്ടത്? 8.04 ആണ് കിട്ടണത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ പോയിന്റിന് ശേഷം 2 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. സോ എനിക്ക് എന്ത് പറയാം? 0.06 എന്ന് പറയാം. ക്ലിയർ ആയോ? 1 is equal to 0.06 into 15 into 15 lakh. ക്ലിയർ ആയോ? 1 is equal to 0.06 into 15 into 15 lakh. നമുക്കിനി അത് മൾട്ടിപ്ലൈ ചെയ്യാം. ആ സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡാണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 15 into 8.04. നമുക്ക് രണ്ടും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 നമ്പേഴ്സും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 6 കിട്ടും, ഇവിടെ ബാലൻസ് 1 കിട്ടും അല്ലേ? 6 ബാലൻസ് 1, നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താണ്? 67 ആണ്. ഇവിടെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും, 4.02 എന്ന് കിട്ടും. 4.02
0.02 എന്ന് കിട്ടും. എഗെയിൻ നമുക്ക് ഇവിടെ വേറെ ഫാദർ ഇപ്പോൾ നമ്മൾ 1428 എന്നൊക്കെ വരുന്ന സമയത്ത് സോൾവ് ചെയ്യണ പോലെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ നമ്പറാണ് 67, ഒരു പ്രൈം നമ്പറും കൂടെയാണ്. അപ്പോൾ നമുക്കിവിടെ ഫാദർ നമുക്ക് എന്തെങ്കിലും ഒരു സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. സോ അഗെയിൻ വി ഹാവ് ടു ഗോ ഫോർ വൺസ് പ്ലേസ് കമ്പാരിസൺ മെത്തേഡ് അല്ലേ. 7 ആണ്. 7ൻ്റെ കൂടെ ഏതൊക്കെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വൺസ് പ്ലേസിൽ 2 കിട്ടുന്നത്. ഒന്നെന്താണ് 7 × 6 ചെയ്യുമ്പോൾ നമുക്ക് 42 കിട്ടും അല്ലേ. പിന്നെ വേറെ അങ്ങനെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. 70, 63, 56, യെസ് 49, 42, പിന്നെ 35, 28, 21, 14, 7 വേറെ നമ്പേഴ്സ് ഒന്നും ഇല്ല. നമുക്ക് ആരുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത്. സോ നമുക്ക് ഓപ്ഷൻസ് വരുമ്പോൾ എങ്ങനെ വരും? ഒന്നെങ്കിൽ 6 ആവാം, അല്ലെങ്കിൽ 16 ആവാം, അല്ലെങ്കിൽ 26 ആവാം, അല്ലെങ്കിൽ 36 ആവാം. ആ രീതിയിലായിരിക്കും നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് പോകുന്നത്. അപ്പോൾ 67ൻ്റെ കൂടെ നമ്മൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാൻ പോവാണ്? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാൻ പോവാണ്. നോക്കിക്കോളൂ. 6 × 6 എന്താണ്? 36 ആണ്. സോ നമുക്ക് 360 കിട്ടും. 360 + 42 2 കിട്ടും. 4 ഇവിടെ എന്താണ്? 402. എഗെയിൻ ഇവിടെ നോക്കിക്കോ, പോയിന്റിന് ശേഷം നമുക്ക് 2 ഡിജിറ്റ്സ് ഉണ്ട്. സോ ഇവിടെ 2 ഡിജിറ്റ്സ് വേണമെങ്കിൽ 0.06. 2 രീതിയിൽ ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ സെയിം ആണ്. ക്ലിയർ ആയല്ലോ. സോ നിങ്ങൾക്ക് ഇത് രണ്ടിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നോക്കിക്കോളൂ, നമുക്ക് കിട്ടി 1 = 0.06 × 15 lakh ആണ്. 0.06 × 15 lakh ആണ്. അപ്പോൾ നമുക്കിനി ആദ്യം ഇവർ രണ്ടുപേരെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 15 എന്ന് പറയുന്നത് 90 ആണ്. 6 × 15 എന്ന് പറയുന്നത് എന്താണ്? 90 ആണ്. പോയിന്റിന് ശേഷം 2 ഡിജിറ്റ്സ് ആണ്. ഡോട്ട് വയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 = 0.9 lakh എന്ന് കിട്ടും. ക്ലിയർ ആയോ? 1 = 0.9 lakh എന്ന് കിട്ടും. യെസ്. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ലാസ്റ്റ് ഇയറിലെ ബിയുടെ സാലറി ആണ് അല്ലേ. ലാസ്റ്റ് ഇയറിലെ വാട്ട് ഈസ് ദ ഇൻകം ഓഫ് ബി ലാസ്റ്റ് ഇയർ. സോ ലാസ്റ്റ് ഇയറിലെ ബിയുടെ സാലറി എന്ന് പറയുമ്പോൾ എന്താണ്? 3 ആണ്. സോ 3 × 0.9 lakh അല്ലേ. 3 × 0.9 lakh ആണ്. സോ നമുക്ക് 2.7 lakh എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് ഇയറിൽ രണ്ടുപേരുടെയും ടോട്ടലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിലോ 7 × 0.9 lakh ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 6.3 lakh. ഇൻ കേസ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ലാസ്റ്റ് ഇയറിലെ എയുടെ സാലറി ആണെങ്കിൽ എന്ത് ചെയ്യും? 4 × 0.9 lakh. സോ വിൽ ഗെറ്റ് 3.6 lakh. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ 3.6 lakh എന്ന് തന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എങ്ങനെ തരാം? 36,000 എന്ന് തരാം അല്ലേ. 1 2 3 4 യെസ്. അപ്പോൾ അത് നമ്മൾ 3.6 എന്ന് കൊടുക്കുമ്പം ലാക്ക് എന്ന് കിട്ടും. ചിലപ്പോൾ 36,000 തന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 3.6 lakh എന്നൊക്കെ തന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. യെസ്. ഇസ് ഇറ്റ് ക്ലിയർ ഗൈസ്? അപ്പോൾ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു ബെസ്റ്റ് ആയ ഒരു അപ്രോച്ച് അങ്ങനെയാണ്. യെസ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇൻകം എക്സ്പെൻഡിച്ചറിൽ മാത്രമല്ല പലതിലും നമ്മൾ അങ്ങനത്തെ രീതിയിലുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യാറുണ്ട്. ചില സമയത്ത് നമ്മളിപ്പോൾ ഡിസ്റ്റൻസിൻ്റെ പ്രോബ്ലം ചെയ്യുവാണ്, അല്ലെങ്കിൽ ഈ റേഷ്യോ എന്നുള്ള ചാപ്റ്ററിൽ തന്നെ വേറെ ഏതെങ്കിലും പ്രോബ്ലംസ് ചെയ്യണ സമയത്ത് നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും റേഷ്യോ ഇതാണ്, രണ്ടുപേരുടെ ഏതെങ്കിലും ഒരു സമയത്തെ കമ്പൈൻഡ് റേഷ്യോ രണ്ടുപേരുടെയും കൂടെ ഉള്ള റേഷ്യോ ഇതാണ്, അവരുടെ ഇൻഡിവിജ്വൽ റേഷ്യോസ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഒരു ബെസ്റ്റായ ഒരു അപ്രോച്ച് ഇതാണ്. ക്ലിയർ ആയല്ലോ? ഇൻകം എക്സ്പെൻഡിച്ചറിൽ മാത്രമല്ല റേഷ്യോയുടെ പല പാർട്സിലും നമ്മൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, ചിലപ്പോൾ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസിൽ പോലും നമുക്ക് ഇങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. യെസ്. Okay, let's move on to the next question. Raju's income is 44.44% more than his expenses. His income increases by 60%.